ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആരും ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ്. അങ്ങനെയൊന്നല്ല, ഹൂ നോസ് ബി ബെറ്റർ. ഇപ്പോൾ റീസെൻ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആർക്കാണ് എന്നെ കൂടുതൽ അറിയാം എന്ന് നമുക്ക് നോക്കാം. ഒരു യൂട്യൂബ് ചാനൽ അല്ല മൈക്ക് ഉണ്ടല്ലോ, സോറി ഗൈസ്, ഒന്നും കൂടെ. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആരും ചെയ്യാത്ത പുതിയൊരു വീഡിയോ ആണ്. വേറെ ഒന്നല്ല, ഹൂ നോസ് മീ ബെറ്റർ. അപ്പോൾ ഇവർ രണ്ടുപേരിൽ ആർക്കാണ് നന്നായിട്ട് എന്നെ അറിയാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇവരാരും കണ്ടിട്ടില്ല. സോ അപ്പം നമുക്ക് ഒന്നും കാണിക്കുമോ? അപ്പോൾ നമുക്ക് വർക്ക് കൊടുക്കാം. ആദ്യം ഞാൻ റൂൾസ് പറയാം. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കും. അപ്പോൾ ആൻസർ അറിയുന്നത് ഇതിൽ എഴുതി വെക്കുക, അതാണ് ബെറ്റർ. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കൊടുക്കാം. പക്ഷെ ഒരു പേന അവിടെ ഉണ്ട്. നിനക്ക് എന്റെ യൂട്യൂബിന്റെ പേന തരണം. നിന്റെ ഒരു പേന ഉണ്ടല്ലോ, അന്ന് പിടിച്ചോ. അപ്പൊ രണ്ടാൾക്കും ഓരോ പേന കൊടുത്തിട്ടുണ്ട്. എന്തൊരു കഷ്ടം നോക്കി, ഞാൻ ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പൊ ഇതാണ്. ഇപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരു 20 ക്വസ്റ്റ്യൻസ്. ഇത് നമുക്ക് നോക്കിയിട്ട് കോപ്പി അടിക്കാൻ പാടില്ല, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പാടില്ല. ഞാൻ ആൻസർ ഒക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ കുറെ ക്വസ്റ്റ്യൻസിന് അപ്പൊ റൂൾസ് പറയാം. അതായത് ചിലതൊക്കെ നമുക്ക് ചിലതിന് നമുക്ക് ഇത് കേക്കിലേക്ക് കൗണ്ടർ ചെയ്തിട്ട് കാര്യം. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഒക്കെ പറഞ്ഞാൽ മതിയോ. അപ്പൊ അങ്ങനത്തെ റൂൾസ് ഒക്കെ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് പറയാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡി? റെഡി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഒന്നുമില്ല, പോടേ. എനിക്ക് കിട്ടൂല. അതെ, ഞാൻ മൈക്ക് തരാം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതിട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് കളർ. അത് കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും എഴുതി വെച്ചോ. നിങ്ങളാണോ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പാടില്ല കേട്ടോ. അറിയുന്ന ചാൻസ് കുറവാ. പിന്നെ ചാൻസ് കുറവാ, ചാൻസ് കുറവാ. ഇല്ല, ചാൻസ് കുറവാ. അങ്ങോട്ട് നോക്കിയേ, ചാൻസ് കുറവാ. ഇതിലേക്ക് നോക്കാം. ആൻസർ പറയട്ടെ? അല്ല, നിങ്ങൾ പറയും, ഞാൻ പറയണോ? ഞാൻ പറയണം ആദ്യം. റെഡ്. പിങ്ക് ഇഷ്ടമല്ല, അതെ. ഞാൻ മോൾക്ക് വരെ പിങ്ക് എടുക്കാറുള്ള ഒരു സാധനം. പിന്നെ അടുത്തത്, ഇനി എനിക്ക് ആദ്യമായിട്ട് സൈക്കിൾ മേടിച്ച ഏത് പ്രായത്തിലായിരുന്നു? അതായത് ഫസ്റ്റത്തെ സൈക്കിൾ അല്ല, രണ്ടാമത്തെ സൈക്കിൾ. അതായത് ഇപ്പൊ താഴെ ഇരിക്കുന്നുണ്ട് ഒരു സൈക്കിൾ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാ. അത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ടൈം പീരീഡ് പറഞ്ഞത് ഏത് പ്രായത്തിൽ, അന്ന് ഏജോ ക്ലാസ്സോ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പൊ 4ാം ക്ലാസ്സിൽ, 5ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിൽ, അങ്ങനത്തെ ഒരു ക്ലാസ്. അതല്ല, ഞാൻ പറയട്ടെ, നിനക്ക് ഈ സൈക്കിൾ ഇപ്പോഴും താഴെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും കൂടെ എന്നോട് കൂട്ടി. അപ്പൊ അത്രയും നമ്മള് എപ്പോഴും സംസാരിക്കുന്ന ഉദ്ദേശം വെച്ച് ഊഹിച്ചല്ലേ. സ്ഥലം മതി എവിടെ മേടിച്ചത്. സ്ഥലം മാർക്ക് തരില്ല, ക്ലാസ് പറയണം. അതായത് ഒന്നുകിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2001, 2002, 2003 അങ്ങനത്തെ പീരീഡ് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഞാൻ 5, 6, 7, 8 അങ്ങനെ ഒരേ ക്ലാസ് അല്ലെങ്കിൽ ഇയർ ഇട്ടാ. അയ്യോ, ഒരു മിനിറ്റ്, എനിക്ക് ആ ഇയർ തന്നെ കിട്ടുന്നില്ല. അയ്യോ, ഇയർ വേണ്ട, ക്ലാസ് മതി. നീ ഏതെങ്കിലും ഇയർ എനിക്ക് അറിയില്ല. വേഗം അതിലും എഴുതി കിട്ടാ. തമാശ ഈ ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 ക്ലാസ് എഴുതാൻ പറ്റില്ല, 2 ക്ലാസ്സിൽ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ 5 ഞാൻ ഇത് 2005, 2006 സമയം. പക്ഷെ 6ാം ക്ലാസ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. റേഞ്ച് ഉണ്ട് 2005, 2006 റേഞ്ച്. അപ്പൊ കറക്റ്റ് 5, 6 ആ സമയത്താണ് 5ാം ക്ലാസ്. എന്റെ വെഡിങ് സാരിയുടെ കളർ ഏതാ? അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല. കൊണ്ടുപോയിട്ട് ആ പൊട്ടിന്റെ കളർ ഇത്രയും ബ്രെഡ് ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാ. ഓക്കെ, മയിലല്ലേ? പൂച്ച.
ഓടുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ +2 സ്കൂളിന്റെ പേര്, സ്കൂളിന്റെ പേര് മാത്രം, പേര്, ലൊക്കേഷൻ വേണ്ട, പേര് മാത്രം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു സ്കൂളിന്റെ നെയിം, ഇപ്പോൾ മോളുടെ പറഞ്ഞ പോലെ ഇന്ന സ്കൂൾ HSS അങ്ങനെ ഇല്ലേ? ആ സമയം ഒരു മിനിറ്റ്. കുഞ്ഞിനാണെങ്കിൽ ഇവിടെ താറാങ്ങനെ നൂറപ്പുണ്ടാക്കുന്ന പോലെ. ഓക്കെ, പറയും. ഹയർ സെക്കൻഡറി സ്കൂൾ സെറ്റ്. ഇനി നെക്സ്റ്റ് അവിടെ ആകെ പാസ്സായതുകൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പോടുന്നു, വേറെ 3 പേരുണ്ടായിരുന്നു. ആകെ 5 പേരുള്ള 25 ആള് വിഷയത്തിൽ 3 ആള് പാസ്സായതാ. പോടുന്നു പിള്ളേര് കാണണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ഫേവറേറ്റ് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് ഒരു മിനിറ്റ്, അതിലൊക്കെ കാറ്റഗറി വേണം. അതായത് നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതാണോ അതോ പാക്കറ്റ് ആയിട്ട് മേടിച്ച് തിന്നുന്നതാണോ? കാറ്റഗറി വേണോ? അത് ഉദ്ദേശിച്ചത് മാഗിയാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ലൈസ് വരുന്നു. അല്ല, അങ്ങനെയാണെന്നൊരു കാര്യം ചെയ്യാം. ലൈസ് ജങ്ക് ഫുഡ് ആണോ? ചിപ്സ് അല്ലേ? രണ്ടാക്കും ക്ലാരിഫിക്കേഷൻ ഉള്ള സ്ഥിതിക്ക് ബ്ലൈൻഡ് ആയിട്ട് എഴുതാം. അല്ല, പുറത്തു പോയിട്ട് കഴിക്കുന്ന ജങ്ക് ഫുഡ്. ഞാനും എഴുതി പറഞ്ഞു. ബർഗർ. ഓക്കെ, കറക്റ്റ്, വെരി ഗുഡ്. നെക്സ്റ്റ്, ഞാനൊരു ഫുഡ് എപ്പോൾ ഹോട്ടലിൽ പോയാലും ആദ്യം ഓർഡർ ചെയ്യുന്ന എൻ്റെ ഫുഡ്, ഫേവറേറ്റ് ഞാൻ പറയുന്നില്ല, ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു ഫുഡ്, എവിടെ പോയാലും ആദ്യം ഞാൻ ഓർഡർ ചെയ്യുന്ന ഫുഡ്. മസാല ദോശ. സോറി. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, പക്ഷെ ഓർമ്മയുണ്ടാവും ചാൻസ് കുറവാണ്. അതിൻ്റെ ആദ്യത്തെ ഇൻകം, യൂട്യൂബ് ഇൻകം അല്ല ഞാൻ പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് ഏൺ ചെയ്യുന്ന ഇൻകം. അത് മേ ബി ചെറിയ ചെറിയ കാര്യങ്ങളിൽ എമൗണ്ട് ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജ് ആയാലും ഞാൻ ആദ്യമായിട്ട് ഏൺ ചെയ്യുന്ന ഇൻകം. എത്ര രൂപ ട്യൂഷൻ മൈലാഞ്ചി ഇട്ടതിന് എനിക്ക് 1000 രൂപ തന്നിട്ടില്ല. അത്ര ഞാൻ തട്ടിക്കൊണ്ടെടുത്തിട്ട് ആരും എനിക്ക് പൈസ തന്നില്ല. അത് പോട്ടെ, അത് ഞാൻ അങ്ങനെ കൊടുത്ത പൈസ. അപ്പോൾ 100 രൂപ തെറ്റിദ്ധരിക്കും. നെക്സ്റ്റ്, ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ജ്വല്ലറി. അതുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഏത് പെർട്ടിക്കുലർ ജ്വല്ലറി ആണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ ഒരു ജ്വല്ലറി ക്രൈസുള്ള ആളല്ല, പക്ഷെ അഡിക്ഷൻ ഓക്കെ. ഇനി അടുത്ത സംഭവം, എനിക്ക് ഇഷ്ടമില്ലാത്ത, എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു ജോലി. വീട്ടുപണി എന്ന് പറയാൻ പറ്റില്ല, അതിപ്പോ എന്ത് കാര്യം ഒരു ജോലിയല്ലേ. മീൻസ് ഓക്കെ, വീട്ടിലെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ജോബ്സിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലി. ഇതൊക്കെ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ടല്ലോ. ക്ലീനിങ്. ബാത്റൂം ക്ലീനിങ് അല്ല കേട്ടോ, അടുക്കി പെറുക്കി വെക്കലും പാത്രം കഴുകലും, അതാണ് എനിക്ക് ഇഷ്ടമുള്ള പരിപാടി. ബാത്റൂമിൽ കഴുകാറുണ്ട്, പറഞ്ഞു അടിച്ചു കൊണ്ടുവച്ചു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ഡ്രീം ജോബ് അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ അതർ ദാൻ യൂട്യൂബ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള പറഞ്ഞു. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് പേഴ്സൺ ആണോ? നൈറ്റ്. അതായിരുന്നു ഉത്തരം. അപ്പൊ ക്വസ്റ്റ്യൻ നഹി. അതല്ല, എനിക്ക് നൈറ്റ് ട്രാവൽ ചെയ്യാൻ, നൈറ്റ് നൈറ്റ് ഉറങ്ങാതിരിക്കുക, അങ്ങനെ നൈറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഡിസ്ക്വാളിഫൈഡ്. അലവലാതി. ഇനി ആൻസർ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഇതോടെ ബൈക്ക് മൂട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത സ്കൂട്ടി. ഇത് ഇവർക്ക് 2 പേർക്ക് അറിയാൻ ചാൻസ് ഇല്ല, നമുക്ക് നോക്കാം. ബ്രാൻഡ് ആയാലും മതി. ഏത് കമ്പനിയുടെ ആണെന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ വണ്ടി എന്ന് പറയുന്നത് ഹീറോ മെസ്ട്രോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഹീറോ എന്ന് വേണമെങ്കിൽ കേട്ടോ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ആ വണ്ടിയുടെ കമ്പനി വേണ്ട, വണ്ടിയുടെ കളർ പറഞ്ഞോ. ഞാൻ ആദ്യമായിട്ട് ഓടിച്ച സ്കൂട്ടി അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഓടിച്ച് പഠിച്ച സ്കൂട്ടി. ഇത് കഴിഞ്ഞോ? ഞാനൊരു ഊഹം ഇട്ടതാ. ചാൻസ്
ചാൻസ് കുറവാ. പ്ലഷർ. നോ. വീഗോ. Yes. കാരണം ഞാൻ ഓടിച്ചിട്ട് Yes, TVS Vigo. അതറിയാ. Brown color. അതെങ്ങനെ എനിക്കറിയാം. കല്യാണത്തിന് മുന്നേ ആയിരിക്കും. കല്യാണത്തിന് മുമ്പ് എത്ര ഞാൻ കൊല്ലം? എട്ടില് പഠിക്കുമ്പോഴാണ് നീ എനിക്ക് എട്ടില് പഠിക്കുമ്പോഴാ, നീ എട്ടില് ഞാൻ എട്ടില് പഠിക്കുമ്പോ- പഠിക്കുമ്പോഴാ. എന്നാ ഞാൻ ഇതിൽ ചെറുതാ പക്ഷെ ഞാൻ ഈ- ആ അതൊക്കെ same വണ്ടി എന്നെ ഞാൻ consider ഓടിച്ചിട്ട് ചെയ്യാൻ പാടില്ല. അതിലൊക്കെ എന്നെ consider ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയും മൂന്നാം ക്ലാസ്സിൽ എന്റെ ഫ്രണ്ടിന്റെ പേരെന്താ പറയും. ആ, ഞാൻ പറയാം, ടെജിൻ. രാമൻകുട്ടി അല്ല ടെജിൻ, ടെജിൻ. ടെജിനാണ്. ടെജിന്റെ വീഡിയോ കാണണമെങ്കിൽ ടെജിന്റെ കാര്യം ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അല്ല അവന് പ്ലസ് ടു വരെ കൂടെ തന്നെ പഠിച്ച അജിൻ ജോസ്. അവനൊക്കെ 2ാം ക്ലാസ്സിൽ കൂടെ പഠിച്ചിട്ടുണ്ട്. ഉണ്ടായ പോയ കണ്ടാ. എന്നാ ശരി, എന്റെ ഒപ്പം 4ാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടിയുടെ പേര് പറഞ്ഞു എനിക്കറിയാം. അഞ്ചു അഞ്ചുനെ തള്ളി കളഞ്ഞിട്ട്. അഞ്ചു പിന്നെ ഇപ്പോഴുള്ള എനിക്കറിയാം. ബാപ്പു, അതൊക്കെ ഇപ്പോഴും ഉള്ളതാ അത് നിതിൻ, അല്ല വേറെ ഉണ്ട്. മറ്റേ ലക്ഷ്മി. ഇപ്പില്ലേ ലക്ഷ്മിയുടെ 5 പഠിച്ച ലക്ഷ്മി ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി 5 പഠിച്ചതാ. വിട്ടോക്കിയതാ. ഞാൻ പറയാം ജാമിനി. അല്ല അല്ല. ഹിലന സനീഷ് അത്ര പേരാ. ഞാൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാനോ ഷോപ്പിങ്ങിന് പോകാനോ ഇഷ്ടപ്പെടുന്നത് ആരുടെ കൂടെയാണ്, അല്ലെങ്കിൽ എങ്ങനത്തെ ഇതാണ് എനിക്കിഷ്ടം. ഇപ്പം എനിക്ക് ഷോപ്പിങ്ങിന് പോകാണെങ്കിൽ ഏറ്റവും ഇഷ്ടം എങ്ങനെ പോകാനാണ്. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. അതായത് ഇപ്പം ഞാനൊരു പർച്ചേസിങ്ങിന് ഒരു ഷോപ്പിങ്ങിനൊക്കെ എനിക്ക് പോകണം. അപ്പം എനിക്ക് ഇപ്പോൾ വീട്ടുകാരുടെ കൂടെ പോകാനാണോ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനാണോ, ഫാമിലിയുടെ കൂടെ പോകാനാണോ, അങ്ങനെ ആരുടെ കൂടെ പോകാനാണ്, അല്ലെങ്കിൽ എങ്ങനെ പോകാനാണ് എനിക്കിഷ്ടം. പറഞ്ഞോ. ഒറ്റയ്ക്ക് പോകാൻ ഞാനൊക്കെ കാര്യം എനിക്ക് ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. ഇനി മേലെ ആരെങ്കിലും വിളിക്കും ശരിയാക്കി വിളിച്ചിട്ടുണ്ട് ശല്യം. അതുകൊണ്ടല്ല, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. അവർ അതൊന്ന് രണ്ടാമത് അവരെ ഡിസ്റ്റർബും ചെയ്യണ്ട. അതുകൊണ്ടാണ് എപ്പോഴും കാണട്ടോ തള്ളാൻ മാത്രം പറഞ്ഞാൽ ഞാൻ തന്നെയല്ലേ പോവാറ്. പക്ഷെ ചില സമയത്ത് വിളിക്കും. എന്നോടൊക്കെ കെറ്റിട്ട് കൊണ്ടുവന്ന സ്കൂട്ടി ഇത് രണ്ടുപേരും കൊണ്ടോട്ടെ എന്നെ. എന്നിട്ട് പട്ടിക്കുന്നത് ഞാൻ നിൽക്കണം. അതൊരു ഈ പറച്ചിൽ ഇവരെ കേൾക്കണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെ പോകാനാണ്. പക്ഷെ മറ്റേതും ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ്. ഞാൻ എന്റെ തന്നെ കമ്പനി എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. നിന്റെ കമ്പനി. ഇനി ഞാൻ എന്നു മുതലാണ് സ്പെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇയർ പറയണോ? ഇയർ പറയണമെന്നില്ല, എത്ര വർഷമായി അങ്ങനെ പറയാൻ മതി. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ, ഓൾമോസ്റ്റ് 2 ഇയർ, 3 ഇയർ, 4 ഇയർ അങ്ങനെ പറയാം. ലൈക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങളെന്ത് എസ് ആയിട്ട് കൊടുക്കുന്നത്? എനിക്ക് അറിയില്ല. അതൊക്കെ നിർത്തി നിർത്തി എഴുതിയതാ. സത്യം പറഞ്ഞാൽ വെട്ടിയിട്ടില്ല. ഉണ്ടാക്കുന്ന പോലെ ഞാൻ ജിലേബി എഴുതി. ജിലേബി ഉണ്ടാക്കുന്ന പോലെ. പറഞ്ഞു. 1 ഇയർ 3 വർഷം ഉണ്ടാവും. 2 വർഷത്തിൽ കൂടുതലേ. തെറ്റിപ്പോട്ടെ. ഞാൻ 1 ഇയർ എങ്ങനെ ചക്കി ഇന്നലെ ലെൻസ് കട്ടി പോയി പറഞ്ഞ് 1 ഇയർ ഉണ്ട് അവിടെ. അത് ആ കണ്ണട എടുത്തിട്ട് 1 വർഷമായിട്ട് ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ ഊഹിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ. എൻ്റെ ഹോബി, അതിൽ യൂട്യൂബും ആങ്കറിങ് അങ്ങനത്തെ കാര്യങ്ങളല്ല ഉദ്ദേശിച്ചില്ല, പാഷൻ അല്ല. പക്ഷേ ഹോബി കൈൻഡ് ഓഫ് പാഷൻ അല്ലേ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്. അതെ, ഉറങ്ങുന്നതല്ല കേട്ടോ, അതല്ലാതെ എൻ്റെ ഹോബി. എന്നെ സ്വീപ്പാക്കുക. എഴുതി. ഞാൻ ഒന്നും എഴുതി. എനിക്ക് അതൊക്കെ ടൈമാണ്. വേറെന്ത് ഹോബി? എനിക്ക് ഇഷ്ടപ്പെടുന്ന ഹോബി, ഞാൻ ചെയ്യുന്ന ഒരു എനിക്ക് അതെ ഭയങ്കര ഞാൻ ഇഷ്ടമുള്ള ഒരു ഹോബി. ഇതായിട്ട് എഴുതിയാണ്. ഇതിലെല്ല പോലും വേണമെങ്കിൽ അതെല്ലാം എഴുതണം സെപ്പറേറ്റ്. സെപ്പറേറ്റ് ചെയ്തു നിങ്ങൾക്ക് സമയമുണ്ട് ലിസ്റ്റ് ചെയ്യാൻ. അതെ. വേഗോട്ടെ. അതെ, മെമ്മറി ഫുള്ളായത് ഫുള്ളും. ഞാൻ ഒന്നും എഴുതുന്നില്ല. മനസ്സിലായില്ല. എടോ, ഞാൻ ചെയ്യുന്ന ഹോബി, എനിക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം. ആക്ടിവിറ്റീസ് ഇല്ലേ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഹോബി. ഞാൻ എഴുതി രണ്ടെണ്ണം എഴുതി. ദൈവമേ, തനിക്ക് അറിയില്ല. ഇത്രയും ഞാൻ ഇല്ല ക്ലൂ കൊടുക്കില്ല. പറയും കേൾക്കട്ടെ. ഹോബി അല്ല ഉദ്ദേശിച്ചത്. ഹോബി അതായത് ഇങ്ങനെ എപ്പോഴും ചെയ്യാൻ താല്പര്യമുള്ള കാര്യം. എനിക്കൊന്നും എഴുതാൻ കിട്ടുന്നില്ല. ഞാൻ എനിക്ക് ഹോബി ഒന്നുമില്ല. ഇപ്പോ നിനക്ക് എന്ത് ഹോബിയാണ്? ഒരു തേങ്ങയുള്ള ഹോബി. ഇതുപോലത്തെ മൂരാച്ചികളായ കേട്ടുകയാണെങ്കിൽ ഹോബി ഒന്നും ഉണ്ടാവില്ല. ഞാൻ എഴുതി ട്രാവൽ. ട്രാവലിംഗ് ഒരു ഹോബിയാണോ? ഹോബി ഇല്ലാണ്ട് ക്രാഫ്റ്റ്. നീ ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്ത് സമയം കിട്ടിയ നമ്മുടെ റൂമില് പിന്നല്ലേ നമ്മുടെ റൂമില് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എത്ര ഉണ്ട്? ഞാനുണ്ട്. അതല്ല, എന്റെ എത്ര ക്രാഫ്റ്റ് ഐറ്റംസ് അവിടെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രീം ക്യാച്ചർ തന്നെ 2 ഉണ്ട്. റൂമിൽ ഞാൻ വരച്ച പെയിന്റിങ്സ് 2 ഉണ്ട്. ഞാൻ അപ്പൊ മനസ്സി ഇതാണ് കുഴപ്പം പറയും. അപ്പൊ അതെന്റെ ഹോബിയാണോ അല്ലേ? അത് നിന്റെ പ്രാന്താണ്. അതെന്നെയാണ് ഹോബി. നീ ട്രാവൽ ചെയ്യണം. ട്രാവലിംഗ് ഈസ് നോട്ട് എ ഹോബി മാൻ. ഞാൻ പറഞ്ഞോ. അത് ശരി, സമ്മതിച്ചു. ഞാൻ സോളർ പഠിക്കും.
എനിക്ക് വണ്ടി തള്ളാൻ വേറൊരു ആവശ്യമില്ല. കേട്ടല്ലോ അല്ലേ എന്ന്. ഓക്കെ, നീ ഇനി സാക്ഷി കേട്ടോ? ഇനി ഒരു സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതി വെക്കാനുണ്ട്. വായയിൽ ബബിൾക്കുണ്ടോ? ഗ്യാസിന്റെ ഗ്യാസിന്റെ ഗുളിക. ഗുളിക. നീ ഉറങ്ങ് തിന്നോ? നിന്നെക്കൊണ്ട് കഴിയില്ല. ഇത് പറയട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് എത്ര ഫുഡ് പ്ലേയേഴ്സ് ഉണ്ട്? എനിക്കറിയില്ല, എഴുതിക്കോ. കൃത്യമായിട്ട് വേണം. കുട്ടികളോട് പറയും, ഓണായിട്ട് വെറുതെ ഇരുന്ന് വാങ്ങല്ലേ പറയുള്ളൂ. പക്ഷേ ഞാൻ ചോദിക്കാം. ഇതിന് കോമഡി എന്താ? ഒരു മിനിറ്റ്, ഷൂവും കൂടെ കൂട്ടണ വേണ്ടോ? നീ ഒരു കാര്യം സെപ്പറേറ്റ് ഷൂവിന്റെ എഴുതിക്കോ. അങ്ങനെ വേണം. പേര് തന്നെ എല്ലാം പൊടുക. പറഞ്ഞു. ഞാൻ ഡമ്മി എഴുതിയേക്കാം. ഞാനും ഡമ്മി. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ എത്ര വായിച്ചത് എനിക്കൊന്നും ഓർമ്മയില്ല. പോയി കാണും. അങ്ങനെ പറയും. ആക്ച്വലി ഞാൻ ഇപ്പൊ റീസെന്റ് ആണ് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് അങ്ങനെ ചെരുപ്പിനോട് ഒരു ക്രേസ് ഉണ്ടായിരുന്നില്ല. ഒരു ഷൂ, ഒരു ചെരുപ്പ്, ആ ചെരുപ്പിന്റെ പിന്നെ കൂടി പോയ ഒരു ഫംഗ്ഷൻ വെയർ. അപ്പൊ 3 ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങി വെക്കാറുള്ളൂ. ഇപ്പൊ എനിക്ക് കുറച്ച് ക്രേസ് കൂടിയിട്ടുണ്ട്. ഒരു 1-1.5 വർഷത്തിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത്. പുറത്തേക്ക് നോക്കി എണ്ണാൻ പോണോന്ന്. 10 കഴിഞ്ഞു. 10 Very good. 8 ചെരുപ്പുണ്ട്, 2 ഷൂ ഉണ്ട്. എനിക്കിങ്ങനെ കണക്കറിയാത്ത. ഗുഡ് ബോയ്. ഇനി അടുത്തത്, എന്റെ ഷൂവിന്റെ അല്ലെങ്കിൽ ചെരുപ്പിന്റെ സൈസ് അറിയിക്കാം. സില്ലി. എഴുതി. പറഞ്ഞോ. UK ആണോ? 8, 6, 5. 5 അല്ലെങ്കിൽ 6 ആൾക്ക് 5ഉം പക പറഞ്ഞു. 6 ആരാണ് കറക്റ്റ്. correct? ഓ, അത് പള്ളി ഇല്ല ഞാൻ 2 പേര് പറ്റില്ല. കാരണം ഞാൻ അന്ന് ഷൂ 5 പറഞ്ഞിട്ട് 5 ഓക്കെ, ശരി. എന്നിട്ട് ഓർമ്മയില്ലേ ഏതാ പക? 5/6 എന്നൊക്കെ എഴുതി വെച്ചേ. 5/6 അല്ല, ഓറാണ്. ഓക്കെ, നെക്സ്റ്റ്. എന്റെ ഫേവറേറ്റ് 17 20 അതിലൊരെണ്ണം പോയി, അപ്പൊ 16ാമത്തെ. എന്റെ ഫേവറേറ്റ് ഫുഡിന്റെ ഫ്ലേവർ, ലൈക്ക് എന്ത് കൈൻഡ് ഓഫ് ഫുഡ് കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം. യൂണിക് സ്പൈസി സ്വീറ്റ്, സോറ്, അങ്ങനെയൊക്കെ. സ്പൈസ്. സ്പൈസ്. എഴുതി കഴിഞ്ഞോ? ഓ, ഞാൻ ശരി കേട്ടോ. ഓക്കെ, സ്പൈക്ക്. ഓക്കെ, കറക്റ്റ്. യാ, ദാറ്റ്സ് ട്രൂ. നെക്സ്റ്റ് വൺ, എന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിയർ, എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവം എന്താണ്? ഞാൻ ഏറ്റവും കൂടുതൽ അത് പേടിക്കുന്നത്. എന്താണെന്ന് പേടിയില്ല. പറയണ്ട, എഴുതിയാൽ കുറെ എഴുതിക്കോ. കോമന്റ് എഴുതിക്കോ. മറ്റേ പാറ്റ, പല്ലി, പൂച്ച അങ്ങനെയല്ല. ഇൻസെക്ട് ആണെങ്കിൽ പറയണം. അങ്ങനെ എഴുതണം. ഒരെണ്ണം അല്ലടാ, ഇൻസെക്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ ആ വിഭാഗത്തിലെല്ലാം പെടും. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സംഭവം എന്താണെന്ന് പറയാം. ഞാൻ ഒരെണ്ണം എഴുതി കേട്ടോ. ഒരെണ്ണം എഴുതിയല്ലേ? മോസ്റ്റ് ഫിയർഫുൾ ഒറ്റ എഴുതി. ഓക്കെ, പറയും. ഇഞ്ചക്ഷൻ. ആക്ച്വലി ഞാൻ എല്ലാം ഉണ്ട്. ഇഞ്ചക്ഷൻ ഉണ്ട്, ഇൻസെക്ട് ഉണ്ട്, വെടി, പുക, ഇഞ്ചക്ഷൻ ഫുള്ളുണ്ട്. ഇതും ഇൻസെക്ടും ഫുൾ കേട്ടോ. പക്ഷെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ ആണ്. എനിക്ക് ഹോസ്പിറ്റലാണ്. ഇനി ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ആക്ട് ചെയ്തിട്ടുള്ളൂ. ഏജൻസി ആയിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഒരു ക്വസ്റ്റ്യൻ. ഞാൻ ഏറ്റവും ലാസ്റ്റ് ക്ലാസിക്കൽ ഡാൻസിന് പോയത് ഏത് വർഷമാണ്? ഇയർ ആണ് അറിയേണ്ടത്. ഇയർ സിമ്പിൾ ആയിട്ട് അറിയാലോ. എപ്പോഴും 1950 പ്രാവശ്യം പറയണ കാര്യമാണ്. ഇയർ പറയും. 2017. ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ നടന്നൊരു വർഷമാണ്. അതിന് വലിയ ക്ലൂ ഞാൻ തരില്ല. 2018 ഞാൻ 2014. 17 18 കറക്റ്റാ. 17. നെക്സ്റ്റ്, എന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ. ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, എനിക്ക് അറിയാവുന്ന കാര്യം. എന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ നടക്കുമോ നടക്കില്ല എന്ന് പോലും അറിയാത്ത ഡെസ്റ്റിനേഷൻ. 2 എഴുതാൻ. പക്ഷെ എനിക്ക് പറഞ്ഞോളൂ. ഡ്രീം ഡെസ്റ്റിനേഷനോ? ഐ മീൻ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു ഏരിയ. നേരത്തെ വിട്ട നീ എഴുത്. ഡ്രീം ഡെസ്റ്റിനേഷൻ എനിക്ക് ഞാൻ എപ്പോഴും പറയില്ല, എനിക്ക് എപ്പോഴും സ്ഥലത്തേക്ക് പോകണം ആഗ്രഹം ഉണ്ടെന്ന്. ഏത് സ്ഥലത്തേക്ക് വെക്കാൻ ഞാൻ എപ്പോഴും എനിക്കൊരു സ്ഥലത്തേക്ക് പോകണം, അവിടെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കണം, ഞാൻ എപ്പോഴും പറയാനുള്ള സ്ഥലം. സ്വിറ്റ്സർലാൻഡ്. ദുബായ് രണ്ടുമല്ല. ഈഫിൾ ടവറിന് മുമ്പിൽ പോയിട്ട് കിസ് അടിക്കാൻ ദുഷ്ടൻ. ഇങ്ങനെ കൊണ്ടാണ് ഞാൻ കിസ് അടിക്കാൻ പോണപ്പോ ചതിച്ചു. അപ്പൊ നമുക്ക് ഇനി എത്ര മാർക്ക് കിട്ടി നോക്കാം. ഇത് വെക്കാറ് 2 പേർക്കും ഈക്വൽ ആവാൻ ചാൻസ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 അല്ല അവക്ക് വരുന്നതായിരിക്കുമല്ലോ. 1 2 3 4 5 6 നീ 17 കൗണ്ട് ചെയ്തോളൂ. 9
ഇത് കൂട്ടിയില്ല നീ അത് ഡിസ്ക്വാളിഫൈ ചെയ്തില്ലേ? ഇല്ല നൈറ്റ് കൂട്ടിയിട്ടില്ലേ? ഇല്ല നേരത്തെ ഞാൻ ഏ തെറ്റി 1 2 3 4 5 ഓ സോ അപ്പോ ഇതായിരുന്നു നമ്മുടെ ഹൂ നോസ് മീ ബെറ്റർ. ആക്ച്വലി രണ്ടുപേർക്കും വലിയ കുഴപ്പമില്ലാണ്ട് അറിയാം. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പൊ 2 മാർക്കിന് അങ്ങനല്ല ഫയർമാൻ ചേച്ചി 2 മാർക്കിന് മോനെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇതേപോലത്തെ വീഡിയോന് മുമ്പ് ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് നമ്മൾ 3 ആളും ചെയ്തിട്ടുണ്ടോ? പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ manifest ചെയ്ത പോലെ അതല്ല, ഇതേപോലെ ഫയൽമാൻ ചെയ്ത സംഭവമില്ലേ, ഞാൻ എപ്പോഴോ ഒരു എക്സ്പീരിയൻസ് ഉള്ള പോലെ മേ ബി ഐ തിങ്ക് സോ. പക്ഷെ നമ്മളെന്തോ ഒന്നിച്ചൊരു വീഡിയോ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാ. സോ യെസ്, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ നമ്മുടെ കൂടെ വീഡിയോയിൽ ഇനി ആക്റ്റീവ് ആയിട്ട് വരും. നമ്മളിപ്പോ ഡെയിലി വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. സോ അപ്പൊ അത്രേ ഉള്ളൂ. ബൈ 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 ബൈ. ഏത് ബൈ? ദുബായ്. യെസ്, അപ്പൊ ദുബായ് ആണ് രണ്ടുപേരെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ദുബായ് ഇഷ്ടമായതുകൊണ്ട് എന്നെ ദുബായിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓക്കെ. അപ്പൊ സാറേ ബൈ, ഗുഡ് നൈറ്റ്. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്റെ ചെലവിൽ നിങ്ങൾക്കും കൂടെ ചാനലിലൂടെ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ. സോ അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ഇനി മറ്റൊരു യൂസ്ഫുൾ എന്റർടൈനിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസ് ഒക്കെ വീണ്ടും കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ഇത്